ശ്രീ രാജു പി നായർ, ഇന്നിപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിഗണിക്കാം എന്ന് ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളാണ്. അതിൽ അങ്ങനെ കേന്ദ്രം പറയുന്നു, സംസ്ഥാന സർക്കാരാകട്ടെ കേന്ദ്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം, പോസിറ്റീവാണ് എന്നൊക്കെ പറഞ്ഞ് മന്ത്രി പിരിയുകയും ചെയ്യുന്നു. 51-ാം ദിവസമാണ് ഈ സമരം തുടങ്ങിയിട്ട്. കൂടാതെ നിരാഹാര സമരം വേറെയുണ്ട്. ഇന്നലെയൊക്കെ അവർ നടത്തിയ സമരം ഏത് തരത്തിലാണ് നമ്മൾ കണ്ടതുമാണ്. ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തട്ടിക്കളിക്കുകയാണോ ഇവരുടെ ഈ പ്രധാനപ്പെട്ട വിഷയത്തെ? അനുജ നോക്കൂ, ആശ എന്ന് പറയുന്ന ഒരു കേന്ദ്ര സ്കീമാണ്. ആ കേന്ദ്ര സ്കീമിനെ സംബന്ധിച്ചോളം അവിടുത്തെ ഇൻസെൻറ്റീവുകൾ വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ, കാരണം അതിനകത്ത് ആ സ്കീമിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഓണറേറിയം പരിപൂർണമായിട്ടും സംസ്ഥാനത്തിൻ്റെ ചുമതലയും, അതുപോലെ തന്നെ സ്കീമുകൾ മറ്റേ ബാക്കിയുള്ള ഇൻസെൻറ്റീവ് അത് സംസ്ഥാനവും കൊടുക്കുന്നു. അതിനകത്തൊരു സെൻട്രൽ സ്റ്റേറ്റ് ഷെയറും ഉണ്ട്. അത്തരത്തിലാണ് ആ സ്കീം വിഭാവനം ചെയ്യുന്നത്. ആ സ്കീം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇതൊരു സന്നദ്ധ പ്രവർത്തനമായിട്ടായിരുന്നു. വളരെ എന്താ പറയുക, മറ്റു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് ഒരു സൈന്യം, ജനങ്ങളുടെ ഒരു സൈന്യമായിട്ട് രൂപപ്പെടുത്തിയ ഒന്നാണ്. പിന്നീടാണ് അതിനെ ആ സ്കീമിൻ്റെ പേരിൽ അവർക്ക് ഓണറേറിയം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഇൻസെൻറ്റീവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു. ഈ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ആശയുടെ ഒരു വർക്കർ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊരു കുട്ടിയുടെ വാക്സിനേഷൻ നടത്തി കഴിഞ്ഞാൽ ആ വാക്സിനേഷൻ സൈക്കിൾ പൂർണ്ണമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ 200-300 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെയാണ് അതിന് ഇൻസെൻറ്റീവ് സ്കീം എല്ലാം നിൽക്കുന്നത്. ആ ഇൻസെൻറ്റീവ് പരിപൂർണമായിട്ട് കേന്ദ്രം കൊടുക്കേണ്ടതാണ്. കേന്ദ്രം അത് കാലാനുസൃതമായി വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്ന് മാത്രമല്ല, ഇന്ന് അവരുടെ ഈ ആശാ വർക്കർമാരുടെ പ്രവർത്തനമാണ് ഏതൊരു സംസ്ഥാനത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തനത്തിന് ഇടപെടൽ. ഇവിടെ സൂചിപ്പിച്ച പോലെ ഗർഭകാല പരിചരണം, കുട്ടികളുടെ, നമ്മളിപ്പോൾ ഈ ശിശു സംരക്ഷണ മരണനിരക്കിൽ ഏറ്റവും കുറവാണെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ അഭിമാനിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പുരപ്പുറത്ത് കയറി പറയുകയോ ചെയ്യുന്നുണ്ടല്ലോ. ഈ ഗവൺമെൻറ് തന്നെ, പിണറായി വിജയനും ഈ വീണ ജോർജും തന്നെ പറയുന്നുണ്ടല്ലോ. ആരുടെ പ്രവർത്തനമാണ്? ഇവരുടെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന കേരള മോഡൽ ഉൾപ്പെടെ ഏറ്റവും ഫലപ്രദമായിട്ട് ആശമാരെ ഉപയോഗിച്ചതുകൊണ്ട്, അത് മാറി മാറി വന്ന സർക്കാരുകൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സാംക്രമിക രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. അവർ രാത്രി മുഴുവൻ ഇരുന്നും തീർത്താൽ പോലും തീരാത്ത രീതി ഡാറ്റ കമ്പൈലേഷൻ നടത്തണം. ഇതെല്ലാം ഇവരുടെ പ്രശ്നം. അതൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ അറിയാതെ വന്നിരുന്ന അവർക്ക് 15 ദിവസമേ ഉള്ളൂ എന്നൊക്കെ ഒന്നും പറയരുത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ആഡിങ് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറയും. അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന, നിങ്ങൾ കൊടുത്തിരിക്കുന്ന മുറിവിൻ്റെ മേലെ പിന്നെയും കൊണ്ടുപോയി മുളക് തേൽക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഇൻസൾട്ടാണ് അത് ചെയ്യുന്നത്. അതൊന്നും ദയവ് ചെയ്യരുത്. മനസ്സിലായി? നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് പണമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു സത്യസന്ധമായ നിലപാടെടുക്കുക, അതിന് പ്രശ്നമില്ല. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ഓണറേറിയം കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഓണറേറിയം വർദ്ധിക്കൂ എന്നുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയും അതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ ചെന്ന് കണ്ടതുകൊണ്ട് പുതുതായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നേരത്തെ തന്നെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ ആ സ്കീമിൽ ഇൻസെൻറ്റീവുകൾ പുനഃക്രമീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. അതിന് നടപടി തുടങ്ങുന്നു. അതും ഓണറേറിയം തമ്മിൽ എന്താ ബന്ധം? ഓണറേറിയം കൊടുക്കേണ്ടത് പരിപൂർണമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയിൽ അത് 700 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നത് ഇവർ എഴുതി വെച്ചത്. അന്ന് ഇവർ പറഞ്ഞില്ലല്ലോ കേന്ദ്രം അനുവദിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ പറ്റൂ എന്നല്ലല്ലോ പ്രകടന പത്രികയിൽ എഴുതി. ഞങ്ങൾ വന്നാൽ ഇവർക്കെല്ലാവർക്കും മിനിമം കൂലി ഞങ്ങൾ ഉറപ്പാക്കും എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി എടുത്തിട്ടല്ലല്ലോ LDF പ്രകടന പത്രികയിൽ എഴുതി വെച്ചത്. അപ്പൊ അത് തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ മിനിമം വേജസ് എന്നുള്ളത്? ഇവർ തൊഴിലാളികളുടെ പട്ടികയിൽ വരുന്നതല്ലോ. ആശാവർക്കർമാരുടെ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ വർധന വരുത്തേണ്ട രീതിയിൽ വർധന വരുത്തും എന്ന് പറയുന്നുണ്ട്. അതായത് 700 എന്നുള്ള കണക്ക് ആശാ വർക്കേഴ്സിന്റെ ആണെന്ന് ഞാൻ കരുതുന്നില്ല. അത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ആശാ വർക്കർമാരുടെയും അങ്കണവാടി വർക്കർമാരുടെയും ഉൾപ്പെടെ കൃത്യമായിട്ട് ഇവരുടെ പേരുകളെല്ലാം എടുത്തുകൊണ്ട് തന്നെ അതിൽ വർധന വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 700 എന്നുള്ള കണക്കിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജു പി നായർ. 700 തന്നെയാണ്, 700ലേക്ക് ഉയർത്തും എന്ന് തന്നെയാണ്. നിങ്ങൾ ആ പ്രകടന പത്രികയിൽ ഇപ്പോഴും CPM-ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 45ാമത്തെ ഐറ്റമായിട്ട് അത് കിടപ്പുണ്ട്. അതെടുത്ത് വായിച്ചോ. വീണ ജോർജ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല. 45ാമത്തെ ഐറ്റം, ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ തപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ക്രീൻഷോട്ട് വേണം ഞാൻ വായിച്ചേൽപ്പിക്കാം. 45ാമത്തെ ഐറ്റം അനുജ ദയവ് ചെയ്ത് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് ഒന്ന് വായിക്കുക. അംഗനവാടി എന്നൊക്കെ പറയുന്ന ഭാഗമല്ലേ താങ്കൾ പറയുന്നത് അല്ലേ? ആശാ വർക്കേഴ്സ്, അംഗനവാടി വർക്കർമാരും ഉൾപ്പെടെയുള്ള അതുപോലത്തെ ഹെൽപ്പർമാരും
ഹെൽപ്പർമാർ ഉൾപ്പെടെയുള്ളവരുടെ കൂലി 700 രൂപയിലേക്ക് ഉയർത്തും എന്ന് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റിദ്ധരിപ്പിക്കേണ്ട, വളരെ കൃത്യമായി. നിങ്ങളിപ്പോൾ ആർക്കും ഈ ചർച്ച നടക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ CPM.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് അവിടെ കേരള മാനിഫെസ്റ്റോ ചെക്ക് ചെയ്താൽ മതി. അതിനകത്തുണ്ട് 45ാമത്തെ ഐറ്റം. വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ ഇവർ പ്രഖ്യാപനം നടത്തിയത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇന്ന് കേന്ദ്രം ഈ ഇൻസെൻറ്റീവിൽ എന്തെങ്കിലും കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കേരളം ക്രെഡിറ്റ് എടുക്കാനാണ് നോക്കുന്നതെങ്കിൽ അത് ഇവരെ വഞ്ചിക്കുന്ന നിലപാടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ടി പി ഇവിടെ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് കേരള സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾ കർണാടകയിൽ ഉൾപ്പെടെ തെലങ്കാനയിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് ഞങ്ങൾ ഇത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തു. ഒരു പക്ഷേ കേരളത്തിൽ ആശാപ്രവർത്തകർ തുടങ്ങി വെച്ച ഈ സമരം ഇന്ത്യയിൽ മുഴുവൻ ഒരു മാറ്റത്തിന് തയ്യാറാവുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. പുതുച്ചേരി 18,000 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു. ഈ ഉത്തർപ്രദേശും അതുപോലെ തന്നെ രാജസ്ഥാനും മധ്യപ്രദേശൊക്കെ ഉൾപ്പെടെയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ 21,000 വേണം, 10,000 വേണം, 15,000 വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇരട്ടത്താപ്പിനകത്തുണ്ടാവരുത്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ ആശാപ്രവർത്തകരെ നിങ്ങൾ തൊഴിലാളികൾ പോട്ടെ മനുഷ്യരെ പോലും 1500 എവിടെ? കർണാടകയിലും തെലങ്കാനയിലും ഒക്കെയോ? എവിടെയാ? കർണാടകയിൽ 10,000 രൂപയായിട്ട് ഉയർത്തിയത് അനൂജ് എന്താ അറിയാത്തതാണ്? അല്ലാതെ ഏപ്രിൽ 1 മുതൽ ഈ സമരം നടന്നപ്പോൾ അവിടെ ആരോഗ്യ സെക്രട്ടറി സമരവേദിയിലേക്ക് പറഞ്ഞു. ഞാൻ പറയട്ടെ തെലങ്കാനയിൽ 6,750 കഴിഞ്ഞ ഇതിന് അല്ല, അത് 9,750 ആക്കി. 9,750 ആക്കി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. അത് കേന്ദ്രത്തിന്റെ തുക കൂടി കൂട്ടിയുള്ളതാണ്. നമ്മൾ സംസാരിക്കുന്ന ഓണറേറിയത്തിന്റെ കാര്യമല്ലേ ശ്രീരാജ്? ഒന്നുമല്ല 9,750 രൂപയായി തെലങ്കാനയിലെ ഓണറേറിയം വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ കർണാടകയിൽ സമരം നടന്നു. ഒരാഴ്ചക്കുള്ളിൽ ആരോഗ്യ സെക്രട്ടറി സമരവേദിയിലേക്ക് ചെന്ന് 10,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഏപ്രിൽ മുതൽ നടപ്പാക്കുകയാണ്. കേരളത്തിൽ 51 ദിവസമായാലും സമരം തുടങ്ങിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ പറയട്ടെ ഞങ്ങൾ ഏപ്രിൽ 1 മുതൽ വർദ്ധിപ്പിക്കുമെന്ന് പറയാൻ ഇവർക്ക് കഴിയുമായിരുന്നല്ലോ. അത് ചെയ്തില്ല. അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJPയുടെ പല സംസ്ഥാനങ്ങളിലും 1,500 1000 മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഈ ഓണറേറിയം. അപ്പം ഈ TP ജയചന്ദ്രൻ പറയുമ്പോൾ കേരളത്തിലെ ആശാവർക്കർമാർ പ്രത്യേകമായും ഉത്തർപ്രദേശിൽ 1,500, മഹാരാഷ്ട്രയിൽ 3,500 എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ, ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കിപ്പം ഞാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞ വഴിക്ക് TP ജയചന്ദ്രൻ്റെ ഈ ഇരട്ടത്താപ്പ് കാണുമ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ. കൃത്യമായ വേണമെങ്കിൽ ഞാൻ അടുത്ത റൗണ്ടിൽ ഓരോ സംസ്ഥാനവും എത്രയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അതുകൂടി പരിഹരിക്കപ്പെടണം. ഈ സ്കീമിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും അവർ വരുന്നതനുസരിച്ചിട്ടുള്ള അവരുടെ മാനദണ്ഡങ്ങൾ മാറിയതും അവരുടെ ജോലി സമയം കൂടിയതും അനുസരിച്ച് അവരെ ഇനി നമുക്ക് തൊഴിലാളികളായി കാണുക എന്നുള്ളത് നമുക്ക് ആവശ്യമായിട്ട് വരികയാണ്. കാരണം നമ്മുടെ ആരോഗ്യരംഗത്തെ ഏറ്റവും അടിസ്ഥാന രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അതാണ് വളരെ പ്രധാനം. ശ്രീമതി, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീമതി KP റോസമ്മ, ഏറ്റവും പ്രധാനപ്പെട്ട